ഇന്ന് നമ്മൾ ഓലക്കൊടിയ മീനാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ചട്ടി സ്റ്റവ് വെച്ചു, ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കടുക്, ഇത്തിരി കടുക് കൂടുതലിട്ടു കേട്ടോ. കടുക് മൂത്ത് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഉലുവ ഇട്ട് മൂപ്പിക്കണേ. അപ്പോൾ ചെറിയ കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചേക്കുമായിരുന്നേ. അതും കൂടി ഇട്ടിട്ട് അതിനകത്തിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാവേ. അത് കഴിയുമ്പം പയ്യെ മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കിനും മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇച്ചിരി ഉലുവ പൊടിച്ച് വെച്ചതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നിലക്കുക. അധികം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടില്ല. ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി തിരുമ്മിയാണ് മീൻ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും കൂടെ ഇട്ട് ഇനി ഉപ്പും കൂടെ ഇട്ട് ഇളക്കിയിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായ പുളിയാണ് കേട്ടോ, കുടംപുളി. അത് ഒരു 3 കഷ്ണം എടുത്തു. അത് കഴിഞ്ഞ് നല്ല വെള്ളത്തിൽ കഴുകി വെച്ചു. അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടു. അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. അതായത് പുളി നേരത്തെ വരാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴാണ് ആ പുളി പയ്യെ ഇറങ്ങി തുടങ്ങിയപ്പം നമ്മുടെ ഓലക്കൊടിയും മീൻ ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടുതലിട്ടു കേട്ടോ, കാരണം മീൻ കറിയിൽ കുറച്ച് കറിവേപ്പില ഉള്ളത് നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചു. നല്ല തിള വന്നു കഴിയുമ്പോൾ സിമ്മിലിട്ട് കുറച്ച് നേരം കൂടെ വെക്കുക. അപ്പോഴത്തേക്കിനും കുറച്ച് കുറുകിയും വരും. ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. പുളി ഇറങ്ങിയിട്ടുണ്ടാവും. ഉപ്പും പാകമാണോ പുളിയും പാകമാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാം. നല്ല ഓലക്കൊടിയും കറിയാണ് കേട്ടോ. അതിനകത്ത് പുളി നമ്മൾ ഇപ്പം എടുത്ത് കളയണമെന്നില്ല. നല്ലതായിട്ട് കഷ്ണത്തിലൊക്കെ പിടിച്ചതിന് ശേഷം എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.